രാഹുൽ ഗാന്ധിയുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ആറ്റം ബോംബ് പൊട്ടി. ഒരു വിക്കറ്റും വീണത് പക്ഷേ സ്വന്തം പാളയത്തിലായിപ്പോയെന്ന് മാത്രം. എന്തായാലും യഥാർത്ഥത്തിൽ എന്താണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രശ്നം? എന്താണ് പ്രധാന ആരോപണങ്ങൾ? ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? പ്രധാന ആരോപണം വ്യാപകമായി വോട്ട് ചോർച്ചയുണ്ടായി, കള്ളവോട്ട് നടന്നു എന്നെല്ലാമാണ്. ചിലരുടെ പേര് ഒന്നിലധികം ബൂത്തുകളിലോ മണ്ഡലങ്ങളിലോ കാണുന്നു. ചിലരുടെ വീട്ടു നമ്പർ 000 എന്നിങ്ങനെ കാണുന്നു. ഒരേ അഡ്രസ്സിൽ 80 മുതൽ 100 പേര് വരെ ID കാർഡ് എടുത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പോകുന്നു ആരോപണങ്ങൾ. ആദ്യമേ പറയട്ടെ, വിശദമായ അന്വേഷണം നടക്കണം. അതിൽ രണ്ടഭിപ്രായത്തിന്റെ കാര്യമില്ല. ഇനി അന്വേഷണം നടന്നാൽ മാത്രം പോരാ, ഇങ്ങനെ ഡിസ്ക്രിപ്പൻസികൾ ഉണ്ടെങ്കിൽ അവ ഉടനടി സോർട്ട് ഔട്ട് ചെയ്യപ്പെടുകയും വേണം. അതിലും രണ്ടഭിപ്രായത്തിന്റെ ആവശ്യമില്ല. പിന്നെന്താണ് പ്രശ്നം? ഒന്ന്, ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരും അത് ഏറ്റെടുക്കുന്നവരും ഒന്നുകിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ബോധപൂർവം തെറ്റിദ്ധാരണ പരത്തി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു. രണ്ട്, വോട്ടിംഗ് നടക്കുന്ന പ്രക്രിയയെ പറ്റി മിനിമം ധാരണയുള്ളവർക്ക് ഈ ആരോപണങ്ങളുടെ പൊള്ളത്തരം മനസ്സിലാക്കാൻ വളരെ വളരെ എളുപ്പമാണ്. ഓരോന്നായി നോക്കാം. നോക്കൂ, പഴയ ചില ഇലക്ഷൻ പ്രചാരണ ചിത്രങ്ങളാണ്. ഈ മണ്ണും കമ്പും പുല്ലും ചാണകവും കൊണ്ടുണ്ടാക്കിയ വീടുകൾക്ക് അക്കാലത്ത് ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടായിട്ടാണോ പണിതത്? ആ വീടുകൾക്ക് വീട്ടു നമ്പർ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുണ്ടോ? 1980-കളാണെന്ന് ഓർക്കണം. 90% ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പല വീടുകൾക്കും 000, 00, 000 എന്നൊക്കെ നമ്പർ ഇട്ടുകൊണ്ട് വോട്ട് ചേർക്കാൻ തുടങ്ങിയിട്ട് എത്ര പതിറ്റാണ്ടുകളായി. സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇതുപോലെയുള്ള കുഗ്രാമങ്ങളിൽ ചേർത്ത് വന്ന വോട്ടുകൾ എത്ര കണ്ട് ഈ ബിൽഡിംഗ് നമ്പറൊക്കെ നോക്കി ചേർത്തിട്ടുണ്ടാകും. അക്കാലത്ത് ആരൊക്കെയാണ് ജയിച്ചുകൊണ്ടിരുന്നത്? ഇനി നാട്ടിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവരുടെ ആധാർ കാർഡുകൾ മേടിച്ചൊന്ന് പരിശോധിച്ചു നോക്കുക. അതിൽ ഒരുപാട് പേരുടെ, അതായത് വളരെയധികം പേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനുവരി 1 ആയിരിക്കും. അതിൽ എല്ലാ പാർട്ടിക്കാരും കാണും. എന്തുകൊണ്ടാണ്? അവർക്കാർക്കും ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. ജനിച്ച ദിവസം തെളിയിക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ പ്രായം എത്രയാണോ അത് നടപ്പ് വർഷത്തിൽ നിന്ന് കിഴിച്ചു കിട്ടുന്ന വർഷത്തെ ജനുവരി 1 അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആക്കി അങ്ങ് എൻ്റർ ചെയ്യും. അതായത് ഇപ്പോൾ 20 വയസ്സുള്ള ഒരാൾ ആധാർ എടുക്കുമ്പോൾ അയാൾ പറയുന്ന പ്രായം, അതായത് 20, നടപ്പ് വർഷമായ 2025 നിന്ന് കുറയ്ക്കും. അതായത് 2005 ജനുവരി 1 അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയി അങ്ങ് എൻ്റർ ചെയ്യപ്പെടും. സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇതെല്ലാം നടക്കുന്നതാണ്. വേണമെങ്കിൽ ഒരു പ്രദേശത്തെ 10-20 വീടുകളിലുള്ള 50-100 പേര് എങ്ങനെ ഒരേപോലെ ജനുവരി 1 ജനിച്ചുവെന്നും ചോദിച്ച് അവരെല്ലാം വ്യാജ വോട്ടർമാരായി മുദ്രകുത്താം. ഇനി പല വ്യാവസായിക നഗരങ്ങളും ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ബാംഗ്ലൂർ എന്ന IT ഹബ്ബ് മാത്രമല്ല, ഒറീസയിലെയും ജാർഖണ്ഡിലെയും എല്ലാം സെക്കൻഡ് ആൻഡ് തേർഡ് ടയർ നഗരങ്ങളിൽ വരെ IT മൾട്ടിമീഡിയ കമ്പനികൾ മുതൽ മൈനിങ് ഖനികളും സ്റ്റീൽ പ്ലാന്റുകളും വരെ എത്രയെത്ര വ്യവസായ കേന്ദ്രങ്ങൾ. അവിടങ്ങളിൽ ദൂരദേശങ്ങളിൽ നിന്ന് വന്ന് താമസിച്ച് പണിയെടുക്കുന്നവർ ഏത് അഡ്രസ്സിലാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ കാണുക? ഓരോ മുറിയിലും ഡേ ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും മാറി മാറി പണിയെടുക്കുന്ന 10-20 പേര് കാണും. അങ്ങനെയുള്ള ഒന്നിലധികം മുറികളുള്ള ഒരു കെട്ടിടത്തിന് പലപ്പോഴും ഒരു ബിൽഡിംഗ് നമ്പറെ കാണും. ആ ബിൽഡിംഗ് നമ്പറിലായിരിക്കും ഇവരുടെ എല്ലാ റെന്റ് അഗ്രിമെന്റ്. ആ റെന്റ് അഗ്രിമെന്റ് വെച്ച് ലിസ്റ്റിൽ പേര് ചേർത്തവരെല്ലാം വ്യാജ വോട്ടർമാരാവുന്നത് എങ്ങനെയാണ്? ഇനി ഇവിടെ എത്ര മലയാളികൾ ബാംഗ്ലൂരും മുംബൈയിലും ഡൽഹിയിലും ചെന്നൈയിലും മറ്റും ജോലി ചെയ്യുന്നുണ്ട്? അവരിൽ എത്രയോ പേര് ഈ നഗരങ്ങളിൽ വോട്ട് ചേർത്ത് കാണും. ഇവരെല്ലാവരും കേരളത്തിലെ വോട്ട് റദ്ദാക്കിയെന്ന് ഉറപ്പുണ്ടോ? പലരുടെയും പേര് ഇപ്പോഴും കേരളത്തിലെ ലിസ്റ്റുകളിൽ കാണും. എന്ന് കരുതി ഈ മലയാളികളെല്ലാം വ്യാജന്മാരാണോ? നോക്കൂ, 10 ലക്ഷത്തിന് മുകളിൽ ബൂത്തുകളുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത്. ഇതിൽ കേരളം ഉൾപ്പെടെ എവിടെയുള്ള ഏത് ബൂത്ത് എടുത്താലും അതിലെല്ലാം ഇങ്ങനെ ഒരു 5-6 ഡിസ്ക്രിപ്പൻസീസ് കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ കണ്ടെത്താൻ കഴിയുന്നതിന്റെ വെറും 1% എടുത്താൽ പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച പ്രബന്ധത്തിന്റെ പല മടങ്ങ് വരും. എന്ന് കരുതി ഇതെല്ലാം വ്യാജ വോട്ടർമാരാണോ? അല്ല. കാലങ്ങളായി നമ്മൾ കൊണ്ടു നടക്കുന്ന സിസ്റ്റത്തിലെ കാര്യക്ഷമത കുറവ് കൊണ്ട് വന്നുകൂടിയിട്ടുള്ള പോരായ്മകളാണ്. ഇന്ന് ഈ ഒച്ചപ്പാടുണ്ടാക്കുന്നവർ ഭരിച്ചിരുന്ന കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാവാൻ 50-100 പേരുടെ ടീമിനെ ഇരുത്തി മാസങ്ങൾ പണിയെടുപ്പിച്ച് റിസർച്ച് നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തിനെ പറ്റി ഒരു മിനിമം ധാരണ ഉണ്ടായാൽ മതി. ഇനി ഇതെല്ലാം പോട്ടെ, ലോജിക്കലാണെങ്കിലും ഇതെല്ലാം അനുമാനങ്ങളാണല്ലോ. നമുക്ക് അനുമാനങ്ങളല്ലാത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാം. ഈ ഇലക്ഷൻ കമ്മീഷനും വോട്ടിംഗ് പ്രക്രിയയും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. അതിലൊരു വ്യക്തത വന്നാൽ തന്നെ ഇത്തരം മിക്കവാറും ആരോപണങ്ങളുടെയും പൊള്ളത്തരം ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നോക്കൂ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് ഏറ്റവും ഉന്നതമായ കമ്മിറ്റി എന്നത് വസ്തുതയാണ്. എന്ന് കരുതി ഗ്രൗണ്ടിൽ കാര്യങ്ങൾ നടത്തുന്നത് ഈ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണോ? അല്ലല്ലോ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് താഴെ ഓരോ സംസ്ഥാനത്തും സംസ്ഥാനതല ഇലക്ഷൻ കമ്മീഷണർ, അതിന് താഴെ ജില്ലാ കളക്ടർമാർ, അതിനും താഴെ തഹസിൽദാർമാരുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ. ഇവരാണ് EROയും AEROയുമായൊക്കെ പ്രവർത്തിക്കുന്നത്. അതായത് ഈ EROയും AEROയും എല്ലാം അതാത് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അതിനും താഴെ വരുന്ന ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്, അവരും സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ്. ഇവരാണ് അക്ഷരാർത്ഥത്തിൽ ഇതെല്ലാം ഗ്രൗണ്ട് ലെവലിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ പട്ടിയുടെയും പൂച്ചയുടെയും പടം വെച്ച് ഒരു ഇലക്ഷൻ ID കാർഡ് ഇഷ്യൂ ചെയ്യപ്പെട്ടാൽ ആരുടെ കൈകൊണ്ടാണ് അത് ചെയ്തിട്ടുണ്ടാവുക?
പട്ടിയുടെയും പൂച്ചയുടെയും ഫോട്ടോയും പരിഹാസ്യമായ പേരുവിവരങ്ങളും സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുന്നത് ആരാണ്? സംസ്ഥാന തലങ്ങളിലെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവരെ കണ്ടെത്തി അവരെന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നും രാഷ്ട്രീയ പ്രേരിതമാണോ എന്നും അന്വേഷിക്കണ്ടേ? ഇത് സ്വന്തം കൈകൊണ്ട് ചെയ്തവർ ജനാധിപത്യത്തെ അട്ടിമറിച്ചവരല്ലേ? ഇനി ഒരേ മുറിയിൽ ഈ 80 പേര് ലിസ്റ്റിൽ വന്നതും വീട്ടു നമ്പർ 0 വന്നതും പോലെയുള്ള സംഭവം, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, 80 വോട്ടുകൾ ചേർത്ത ആ ERO ആരാണ്? അയാൾ ചോദ്യം ചെയ്യപ്പെടണ്ടേ? രണ്ട്, ഇതാണ് പ്രധാന വിഷയം, വോട്ട് ചേർത്ത് കഴിഞ്ഞ് കരട് വോട്ടർ പട്ടികയുടെ 2 കോപ്പി വീതം ഫ്രീ ആയി ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കപ്പെടുന്നുണ്ട്. ഈ ഒരേ മുറിയിൽ 80 പേരെ ചേർത്ത സ്ഥലത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്കും ഉറപ്പായും ഈ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിരിക്കണം. കിട്ടിയില്ലെങ്കിൽ അവർ മേടിച്ചിരിക്കും. ഇനി അത് കഴിഞ്ഞ് നടക്കുന്ന സമ്മർ റിവിഷനിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതും ഒഴിവാക്കിയതുമെല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് ഫൈനലാക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ട്. ഇതും ഓരോ ബൂത്തിലെ എല്ലാ പാർട്ടികൾക്കും 2 സെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും കഴിഞ്ഞ് ഇലക്ഷന് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാമല്ലോ. അങ്ങനെ ചേർക്കുന്ന എക്സ്ട്രാ വോട്ടുകൾ സപ്ലിമെന്ററി ലിസ്റ്റായി വേറെയും കൊടുക്കുന്നുണ്ട്. ഈ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റും ഈ സപ്ലിമെന്ററി ലിസ്റ്റും കൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏജന്റുമാർ ഇലക്ഷൻ ദിവസം നേരം വെളുക്കുമ്പോൾ 6 മണിക്ക് ബൂത്തിൽ ചെല്ലുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, മിനിമം കോമൺ സെൻസ് ആണ്. ഈ ഇലക്ഷൻ നടക്കുന്ന സമയം ഓരോ ബൂത്തിലും ചെന്നിരുന്നിരുന്ന കോൺഗ്രസിന്റെ ഏജന്റിന്റെ കയ്യിൽ അതാത് ബൂത്തിലെ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും ഉൾപ്പെടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നല്ലോ. ഇതും ഇലക്ഷൻ നടക്കുന്നതിന് ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുമ്പ് ഇവരുടെ കയ്യിൽ ഈ ലിസ്റ്റുകൾ കിട്ടുന്നതാണ്. ഒരേ അഡ്രസ്സിൽ 80 പേരുള്ളതൊക്കെ ഇത്രയും കാലം ആ ലിസ്റ്റ് കയ്യിൽ വെച്ചിരുന്ന ഇലക്ഷൻ ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യുന്ന ഓരോരുത്തരുടെ പേരിന് നേരെയും ടിക്ക് ചെയ്യുന്ന ആ ബൂത്ത് ലെവൽ ഏജന്റും ബൂത്ത് ലെവലിലെ മറ്റു പ്രവർത്തകരും അറിഞ്ഞില്ലെന്നോ? ഇത് ഈ ഒരു അഡ്രസ്സിൽ 80 പേര് ലിസ്റ്റിൽ വന്നത് മാത്രമല്ല, ലിസ്റ്റിലെ സകല ഡിസ്ക്രിപ്പൻസിയും അതാത് ബൂത്ത് ലെവലിൽ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാവണം. അതും കോൺഗ്രസിന്റെയും BJPയുടെയും ബൂത്ത് ലെവൽ ഏജന്റുമാർ മാത്രമല്ലല്ലോ അവിടെ ഉണ്ടാവുക. വേറെയും സ്ഥാനാർത്ഥികൾ കാണും, അവരുടെ ഏജന്റുമാരും കാണും. ഇക്കണ്ട സകല പാർട്ടികളുടെയും ബൂത്ത് ലെവൽ ഏജന്റുമാരെയും പറ്റിച്ച് ഈ 80 പേര് അവിടെ വന്ന് വോട്ട് ചെയ്തു പോയോ? അതോ ഇത്രയും പാർട്ടിക്കാർ ആരും ആഴ്ചകളുണ്ടായിട്ടും സ്വന്തം നാട്ടിലെ ബൂത്തിലെ ലിസ്റ്റിൽ ഇതൊന്നും കണ്ടില്ലേ? തീർന്നില്ല. ആരുടെ തെറ്റാണെങ്കിലും ഈ ഡിസ്ക്രിപ്പൻസിയിൽ പറഞ്ഞിട്ടുള്ള വോട്ടേഴ്സ് എല്ലാം വോട്ട് ചെയ്തോ എന്നറിയണ്ടേ? അതിനും വഴിയുണ്ടല്ലോ. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ നടക്കുന്ന പ്രൊസീജിയർ എന്താണ്? വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ബൂത്തിലിരിക്കുന്ന ആദ്യത്തെ ഉദ്യോഗസ്ഥൻ നമ്മുടെ കയ്യിൽ സ്ലിപ്പ് നോക്കി വോട്ടേഴ്സ് ലിസ്റ്റിൽ ആ സ്ലിപ്പിലെ സീരിയൽ നമ്പറിൽ നമ്മുടെ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. തുടർന്ന് 2ാം പോളിംഗ് ഓഫീസറുടെ അടുത്ത് പോകുന്നു. 2ാം പോളിംഗ് ഓഫീസർ നമ്മുടെ പേര് വിളിച്ചതനുസരിച്ച് ആ സീരിയൽ നമ്പർ എഴുതി വെക്കുന്നു. തുടർന്ന് നമ്മുടെ തിരിച്ചറിയൽ രേഖ വാങ്ങിച്ച് ഉറപ്പുവരുത്തുന്നു നമ്മൾ ഇന്ന തിരിച്ചറിയൽ രേഖയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് എഴുതി ചേർക്കുന്നു. ആധാറോ ലൈസൻസോ പാസ്പോർട്ടോ ഇലക്ഷൻ ഐഡിയോ അങ്ങനെ എന്താന്ന് വെച്ചാൽ അത്. എന്നിട്ട് നമ്മളെ കൊണ്ട് ഒപ്പിടിയിക്കുന്നു. അത് കഴിഞ്ഞാണ് കയ്യിൽ മഷി വരയ്ക്കുന്നത്. എന്നിട്ട് 3ാമത്തെ പോളിംഗ് ഓഫീസറുടെ അടുത്ത് ചെല്ലുന്നു. 2ാമത്തെ ഓഫീസർ തന്ന സ്ലിപ്പ് അവിടെ മേടിച്ചു വെച്ച് നമ്മളെ വോട്ടിംഗ് മെഷീനിന്റെ അടുത്തേക്ക് വിടുന്നു. ഇതിൽ ഈ 2ാമത്തെ പോളിംഗ് ഓഫീസർ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമുണ്ടല്ലോ, 17A എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിൽ വോട്ട് ചെയ്ത സകലരുടെയും സീരിയൽ നമ്പർ കാണും. ഓരോരുത്തരും പ്രൊഡ്യൂസ് ചെയ്ത ID പ്രൂഫ് എന്താണെന്നും അറിയാം. ഈ 17A പരിശോധിച്ചാൽ ഓരോ ബൂത്തിലും ആരെല്ലാം വോട്ട് ചെയ്തു എന്ന് കൃത്യമായി അറിയാൻ കഴിയും. പക്ഷേ ഇത് വ്യക്തികളുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ ആണല്ലോ, സ്റ്റാറ്റ്യൂട്ടറി ഫോമാണ്. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ പബ്ലിക്കായി എടുത്ത് വീശാൻ നിയമപരമായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് ഇത് നേരെ സീൽ ചെയ്ത് ട്രഷറിയിൽ സൂക്ഷിക്കും. 5-6 വർഷം ഇത് സൂക്ഷിക്കണം. ഇനി ഈ 17A കഴിഞ്ഞ് 17C എന്നൊരു ഫോമുണ്ട്. പോളിംഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് മെഷീനിൽ നിന്ന് ടോട്ടൽ വോട്ടിന്റെ എണ്ണം എടുക്കും. ആ ടോട്ടൽ വോട്ടിന്റെ എണ്ണം ഈ 17C എന്ന ഫോമിൽ പ്രിസൈഡിംഗ് ഓഫീസർ എഴുതി വെക്കും. 2 കോപ്പി, അതായത് ഈ 17Cയുടെ 2 കോപ്പി പ്രിസൈഡിംഗ് ഓഫീസർ കയ്യിൽ വെക്കും. അത് കഴിഞ്ഞ് ആ ബൂത്തിൽ എത്ര രാഷ്ട്രീയ കക്ഷിയുടെ ഏജന്റുമാരുണ്ടായിരുന്നോ അത്രയും പേർക്ക് ഈ 17Cയുടെ പകർപ്പ് കൊടുക്കും. ഓരോ പകർപ്പിലും അതാത് ബൂത്തിലെ വോട്ടിന്റെ എണ്ണം ഈ ഏജന്റുമാർക്ക് മുന്നിൽ വെച്ച് രേഖപ്പെടുത്തി കൊടുക്കും. ഇനി ഈ പ്രിസൈഡിംഗ് ഓഫീസറിന്റെ കയ്യിലിരിക്കുന്ന 2 കോപ്പി 17C, അതായത് മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം. ഈ 17C അഥവാ 17C 2 കോപ്പികളും ഈ വോട്ടിംഗ് മെഷീനുകൾ കൊണ്ടുവയ്ക്കുന്ന സ്കൂളോ കോളേജോ മറ്റോ കാണുമല്ലോ, അവിടെ റിസപ്ഷനിൽ കൊടുക്കും. അവിടെയുള്ള റിസപ്ഷനിസ്റ്റ് ഇതിൽ 1 കോപ്പി വോട്ടിംഗ് മെഷീനൊപ്പം അറ്റാച്ച് ചെയ്യും. ബാക്കിയുള്ള കോപ്പി വോട്ടെണ്ണുമ്പോൾ ഒത്തുനോക്കാൻ വേണ്ടി റിട്ടേണിംഗ് ഓഫീസർക്ക് പാസ് ചെയ്യും. അപ്പോൾ ഈ 17C 1 കോപ്പി വോട്ടിംഗ് മെഷീന്റെ കൂടെ കാണും, 1 റിട്ടേണിംഗ് ഓഫീസറുടെ കൈവശം എത്തും, പിന്നെ ഓരോ കോപ്പി വീതം ബൂത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഏജന്റുമാരുടെ കയ്യിൽ കാണും. വോട്ടെണ്ണുന്ന ദിവസം ഇത് 3ഉം മെഷീനിൽ എണ്ണുന്ന വോട്ടുമായി ഒത്തുനോക്കും. എണ്ണത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആ പോളിംഗ് ഉദ്യോഗസ്ഥൻ മറുപടി പറയേണ്ടി വരും. അപ്പോൾ പറഞ്ഞു വന്നത്, പോളിംഗിന് ശേഷം കൃത്രിമം കാണിക്കലും സാധ്യമല്ല എന്നാണ്. പെട്ടിയിൽ പോളിംഗ് ദിവസം എത്ര വോട്ട് വീണു എന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷിക്കും അന്നേക്കന്ന് കണക്ക് കൊടുക്കുന്നുണ്ട്. അത് അതേ രാഷ്ട്രീയ കക്ഷിയുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ വോട്ടെണ്ണുന്ന ദിവസം ഒത്തുനോക്കപ്പെടുന്നുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്? വോട്ടിങ്ങിന് മുന്നേ തന്നെ ബൂത്ത് ലെവലിൽ എല്ലാ പാർട്ടികൾക്കും വോട്ടേഴ്സ് ലിസ്റ്റ് കിട്ടുന്നു. അത് ബൂത്ത് ലെവലിൽ പരിശോധിക്കാൻ എല്ലാ പാർട്ടികൾക്കും ആഴ്ചകളും മാസങ്ങളും കിട്ടുന്നു.
പോളിംഗ് ദിവസം പോൾ ചെയ്യപ്പെടുന്ന ഓരോ വോട്ടും വെരിഫൈ ചെയ്യാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഏജന്റിന് അവസരം കിട്ടുന്നു. വോട്ടിംഗ് കഴിഞ്ഞ് ബൂത്ത് ലെവലിൽ എത്ര വോട്ട് പോൾ ചെയ്തു എന്ന 17C ഫോം എല്ലാ പാർട്ടികളുടെയും ബൂത്ത് ഏജന്റുമാർക്കും കിട്ടുന്നു. ഇവരുടെ ആരുടെയും കണ്ണിൽ ഇലക്ഷൻ സമയത്ത് പെടാത്ത എന്ത് വിവരങ്ങളാണ് ഇപ്പോൾ 100ഓളം പേരെ മാസങ്ങളിരുത്തി റിസർച്ച് നടത്തി കണ്ടുപിടിച്ചു എന്നും പറഞ്ഞ് കോലാഹലം സൃഷ്ടിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? ഈ പറഞ്ഞ 17C എന്ന ഫോം, അതായത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ബൂത്തുകളിലെയും 17C എന്ന ഫോമിലെ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റ് വഴി പുറത്തുവിടണമെന്നാണ്. ആലോചിക്കണം, 10-10.5 ലക്ഷം ബൂത്തുകളുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത്. ഇത്രയും ബൂത്തുകളിൽ ഇത്രയും 17C ഫോമുകൾ സ്കാൻ ചെയ്ത് ഉടനടി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഡിമാൻഡ്. പ്രായോഗികതയുടെ കണിക പോലുമില്ലാത്ത ഡിമാൻഡാണെന്ന് സാമാന്യബോധമുള്ള ആർക്കാണ് മനസ്സിലാവാത്തത്? ഓട്ടെ, ഇനി ഗൗരവമായ പ്രശ്നമാണല്ലോ, അതുകൊണ്ട് അപ്രായോഗികത പറഞ്ഞിരിക്കുന്നത് ശരിയല്ല എന്ന് കരുതാം. പക്ഷേ അപ്പോഴും ഉണ്ടല്ലോ പ്രശ്നം. ഈ 17C എന്ന ഫോം, അതായത് ഓരോ ബൂത്തിലും പോൾ ചെയ്ത വോട്ടിന്റെ കണക്ക് സകല പാർട്ടികളുടെയും ബൂത്ത് ഏജന്റുമാർക്കും അന്നേ കൊടുത്തിട്ടുള്ളതാണല്ലോ. വോട്ടെണ്ണൽ ദിവസം ഈ 17Cയും കൊണ്ട് എല്ലാ ബൂത്ത് ഏജന്റുമാരും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ചെന്ന് അവരുടെ കയ്യിൽ 17Cയിലെ എണ്ണവും മെഷീനിൽ എണ്ണിയ വോട്ടിന്റെ എണ്ണവും ഒത്തുനോക്കി ഉറപ്പുവരുത്തിയതുമാണ്. അതിൽ ഓരോ വോട്ടും ആരാണ് ചെയ്തത് എന്ന് ഇതേ ബൂത്ത് ഏജന്റുമാർ പോളിംഗ് ദിവസം നേരിട്ട് കണ്ട് അവരുടെ കയ്യിലെ വോട്ടർ പട്ടികയിൽ മാർക്ക് ചെയ്തതുമാണ്. പിന്നെ എങ്ങനെയാണ് ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞ് ഒരു വർഷത്തിലധികം കഴിഞ്ഞ് ഇത്രയും വലിയ ആരോപണം വരുന്നത്? ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ പറയുന്ന സംശയം അവർക്ക് അന്നേ സംഘടനാ തലത്തിൽ ഉണ്ടായിരുന്നു എന്നത് സത്യമാണെങ്കിൽ ഇവർ കയ്യിലുള്ള ഈ ഫോം 17C സൂക്ഷിച്ചു വെക്കേണ്ടതല്ലേ? അങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ ഇപ്പോഴിത് ഈ ഇലക്ഷൻ കമ്മീഷനോട് സ്കാൻ ചെയ്ത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ ലോഞ്ച് ചെയ്ത ഈ വോട്ട് ചോരി വെബ്സൈറ്റിന് പകരം ഈ കൈവശമുള്ള 17C പൊതുജനമധ്യം പ്രദർശിപ്പിക്കുന്ന ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത് ഈസിയായി ഇലക്ഷൻ കമ്മീഷനെ ചെക്ക് വെക്കാമായിരുന്നല്ലോ. എന്തേ ഫോം 17 സൂക്ഷിച്ചു വെച്ചില്ല? ഒറ്റ ഉത്തരമേ ഉള്ളൂ. അന്ന് വോട്ടർ പട്ടിക കരട് വന്നപ്പോഴും ഫൈനൽ വോട്ടർ പട്ടിക വന്നപ്പോഴും സപ്ലിമെന്ററി ലിസ്റ്റ് വന്നപ്പോഴും പോളിംഗ് സമയത്തും വോട്ടെണ്ണിയപ്പോഴും ഒന്നും യാതൊരു സംശയവും ആർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പറയുന്ന ഈ സംശയങ്ങൾ പിന്നീട് ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കണം, അഥവാ കെട്ടിച്ചമച്ചവയായിരിക്കണം. ഇതല്ലാതെ ലോജിക്കലായും മറ്റൊരു സാധ്യതയും കാണുന്നില്ല. തീർന്നില്ല, ഇപ്പോഴീ പ്രശ്നങ്ങൾ പൊക്കിക്കൊണ്ട് വന്നത് കർണാടകത്തിൽ നിന്നാണല്ലോ. കോൺഗ്രസിന് ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനമുള്ള സംസ്ഥാനമാണ് കർണാടകം. DK ശിവകുമാറും സിദ്ധരാമയ്യയും പോലെയുള്ള ടൈറ്റൻസ് അടക്കി വാഴുന്ന സംസ്ഥാനം. അവിടെ പോലും ഈ ബൂത്ത് ലെവലിൽ നടക്കുന്ന പ്രവർത്തകർക്ക് വരെ കണ്ടെത്താൻ കഴിയുന്ന ക്രമക്കേട് ഇലക്ഷൻ കഴിഞ്ഞ് ഇക്കണ്ട കാലം വരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആരുടെ കൊള്ളരുതായ്മയാണ് പുറത്തു വരുന്നത്? ഇന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ കേപ്പബിലിറ്റിക്കും ക്രെഡിബിലിറ്റിക്കും മുന്നിൽ തന്നെയല്ലേ ചോദ്യചിഹ്നം ഉയരുന്നത്? ഇനി ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് എപ്പോഴാണ്? ഒരു ഇലക്ഷൻ നടക്കുന്നതിന് മുന്നോടിയായിട്ടല്ലേ ഇത്തരം ഡിസ്ക്രിപ്പൻസീസ് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത്? ഇത്തരം ക്രമക്കേടുകൾ പരിഹരിച്ച് കുറ്റമറ്റ വോട്ടർ പട്ടിക ഉറപ്പുവരുത്തുന്ന പ്രക്രിയയല്ലേ ബീഹാറിൽ ഇലക്ഷന് മുന്നോടിയായി നടന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന SIR? അതിനെതിരെ ഇതേ ആൾക്കാർ ഇപ്പോഴും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അടുത്ത വർഷം ഇലക്ഷൻ നടക്കാൻ പോകുന്ന ബംഗാളിൽ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും വരെ ഡസൻ കണക്കിന് വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി പിടിയിലാകുന്ന വാർത്തകൾ ഈ അടുത്ത് വരെ വന്നതാണ്. അവിടെയും ഇതേ കൂട്ടർ ഈ SIR-നെതിരാണല്ലോ. എന്ത് വില കൊടുത്തും ബംഗാളിൽ SIR തടയുമെന്നാണ് ഇവരുടെ സഖ്യകക്ഷി അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോ ഇലക്ഷൻ നടക്കാൻ പോകുന്ന ബീഹാറിലും ബംഗാളിലും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന പരിപാടിയെ എതിർക്കുന്ന അതേ ആൾക്കാർ അതേസമയം തന്നെ ഇലക്ഷൻ കഴിഞ്ഞ് സ്വന്തം പാർട്ടി ജയിച്ച കർണാടകത്തിൽ നിന്ന് വോട്ടേഴ്സ് ലിസ്റ്റിനെ പള്ളു പറയുന്നതിന് എന്തുതരം വിരോധാഭാസം എന്നാണ് പറയേണ്ടത്? നോക്കൂ, ഈ വിരോധാഭാസത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? വളരെ ലളിതമാണ്. സൃഷ്ടിക്കപ്പെടുന്നത് ആശയക്കുഴപ്പമാണ്, കൺഫ്യൂഷൻസ് ആണ്. അതുവഴി ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ടാവുന്നത് പരമാവധി ഡിസ്റപ്റ്റ് ചെയ്യപ്പെടുകയാണ്. എന്തിനാണ് ഈ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നത്? അതും വളരെ ലളിതമാണ്. ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്നതിൽ കഴിഞ്ഞ 10 വർഷം തീർത്തും പരാജയപ്പെട്ടു പോയതുകൊണ്ട്. കൺവിൻസ് ചെയ്യാൻ കഴിയാത്തിടത്ത് കൺഫ്യൂസ് ചെയ്യിക്കുക എന്നത് പ്രഹരശേഷി തെളിയിച്ച ഒരു രാഷ്ട്രീയ ആയുധമാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ആണ് 1948 സെപ്റ്റംബർ 18 ഡെക്സ്റ്ററിൽ വെച്ച് ആദ്യമായി ഇത്തരമൊരു പരാമർശം നടത്തിയത്. വാൾസ്ട്രീറ്റ് കോർപ്പറേഷനുകളുടെ ഫണ്ട് കൊണ്ട് തടിച്ചു കൊടുക്കുന്ന തന്റെ രാഷ്ട്രീയ എതിരാളികളെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. അതേ വാൾസ്ട്രീറ്റ് കോർപ്പറേഷനുകളിൽ നിന്ന് നിർബാധം ഫണ്ട് വാങ്ങിക്കൊടുക്കുന്ന സാം പിട്രോഡയെ പോലെയുള്ളവർ ബുദ്ധി ഉപദേശിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി അതേ സ്ട്രാറ്റജി സ്വീകരിച്ചില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടു. ഇതേ വാൾസ്ട്രീറ്റ് കോർപ്പറേഷനെ തന്നെയല്ലേ നമ്മൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, 2022 പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ സർക്കാർ അട്ടിമറിക്കപ്പെട്ടതും 2024 ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാർ അട്ടിമറിക്കപ്പെട്ടതും ഇതേ വോട്ടർ ലിസ്റ്റ് അട്ടിമറി വിഷയം ചൂണ്ടിക്കാട്ടിയായിരുന്നു. പിന്നിൽ അമേരിക്കൻ ഇടപെടലായിരുന്നു എന്നത് ഇന്ന് പകലുപോലെ വ്യക്തവുമാണ്.
സാം പിട്രോഡയും ഹർഷ് മന്ദറും പോലെയുള്ള നിരവധി കോൺഗ്രസുകാർക്ക് അമേരിക്കൻ വാൾസ്ട്രീറ്റ് കോർപ്പറേഷനുകളുമായും അതേപോലെ ജോർജ് സോറോസ് എന്ന സാമ്പത്തിക വിധ്വംസക പ്രവർത്തകരുമായുള്ള ബന്ധങ്ങൾ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നൂർഖാൻ എയർബേസിലും മറ്റും തകർക്കപ്പെട്ടത് അമേരിക്കൻ അസറ്റ്സ് ആയിരുന്നു എന്നതും ഇതിനോടുകൂടി ചേർത്ത് വായിക്കണം. അതിനു പിറകെ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അതേ പ്ലേബുക്ക് ഇവിടെ ഇറക്കുന്നത് കണ്ടാൽ മനസ്സിലാവാതിരിക്കാൻ മാത്രം വിഡ്ഢികളല്ലല്ലോ ഇവിടുത്തെ ജനങ്ങൾ എന്ന് കരുതി ആരോപണങ്ങൾ ഒരെണ്ണം പോലും തള്ളിക്കളയേണ്ട കാര്യവുമില്ല. ഓരോന്നും കാര്യക്ഷമമായി അന്വേഷിച്ച് ഉടനടി വ്യക്തത വരുത്തേണ്ടത് തന്നെയാണ്. വസ്തുത എന്താണെന്ന് അറിയേണ്ടത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് കണ്ടാൽ അയോഗ്യത ഉൾപ്പെടെയുള്ള നിയമ നടപടികളും ഉണ്ടാവണം. ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടാലും യുക്തമായ നടപടികൾ ഉണ്ടാവണം. അധിനിവേശങ്ങളുടെ നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് ആവശ്യത്തിലധികം കാലം ഇവിടം ഒരു വെള്ളരിക്ക പട്ടണമായി കിടന്നു കഴിഞ്ഞു. ഇറ്റ്സ് ടൈം ഫോർ എ ക്ലീനപ്പ്. നമസ്കാരം.